ഡാർക്ക് വെബ് അഥവാ ഇന്റർനെറ്റിലെ ഇരുണ്ട ലോകം. കാത്തിരിക്കുന്നത് ക്രിമിനലുകളും അധോ ലോകവും. അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതു നിമിഷവും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെയാണ് പലരും ഡാർക്ക് വെബിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഡാർക്ക് വെബിൽ കയറുന്നത് പോലും കുറ്റകരമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കരുതലോടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് പ്രയോജനങ്ങളുമുണ്ട്. നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അനായാസം പ്രവേശിക്കാൻ പറ്റിയ ഒരു ഇടമല്ല ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, മോസില്ല ഫയർഫോക്സ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമേ അല്ല. പക്ഷേ എങ്ങനെ ഡാർക്ക് വെബിൽ കയറാമെന്നുള്ള വഴികൾ ഇൻ്റർനെറ്റ് തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതുമാണ്. അതായത് നമ്മൾ കടന്നു പോകുന്ന ഡേറ്റകൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ബ്രൗസർ വഴി മാത്രം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഡാർക്ക് വെബ്. ശരിക്കും ഇൻ്റർനെറ്റിൻ്റെ 10% മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വിസിബിൾ വെബ്. ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ ലഭ്യമാകുന്ന വെബ്സൈറ്റുകൾ ഇതിൻ്റെ ഭാഗമാണ്, ഈ വിസിബിൾ വെബിൻ്റെ ഭാഗമാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സപ്പുകളും മറ്റുള്ള വെബ്സൈറ്റുകൾ, ഇതെല്ലാം നമ്മുടെ വിസിബിൾ വെബിലുള്ള ഒരു സംഗതികളാണ്. ഇങ്ങനെ ലഭ്യമല്ലാത്ത മേഖലയാണ് ഡീപ്പ് വെബും അതുപോലെ തന്നെ ഡാർക്ക് വെബും. നമ്മുടെ സർക്കാരുകളുടെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയും ഒക്കെ രഹസ്യ രേഖകളാണ് നമ്മുടെ ഈ ഡീപ്പ് വെബിൽ അടങ്ങിയിരിക്കുന്നത്. ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒന്നാണ് ഡാർക്ക് വെബ്. അതായത് ഇപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഗൂഗിളിൽ ഒരു സംഭവം സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ, ഇൻ്റർനെറ്റിൽ എവിടെയെങ്കിലും നമ്മളൊരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ സെർച്ച് ചെയ്ത അതേ വസ്തുക്കളുടെ പരസ്യങ്ങൾ വരുന്നു. ഡാർക്ക് വെബിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നമ്മളുടെ സ്വകാര്യത നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ കൊടുക്കുന്ന, സ്വകാര്യമായിട്ട് കൊടുക്കുന്ന പല വസ്തുക്കളും ഇൻ്റർനെറ്റ് പിടിച്ചെടുക്കുകയും അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തു. ഇതോടെ നമ്മുടെ സ്വകാര്യത അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഡാർക്ക് വെബ് അല്ലെങ്കിൽ ഡീപ്പ് വെബ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് സ്വകാര്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസീനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു. ഈ ഡാർക്ക് വെബിലേക്കുള്ള വഴി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയർ വഴിയാണ്. സാധാരണയായിട്ട് ടോർ ബ്രൗസറാണ് അതിൽ ഉപയോഗിക്കുന്നത്. അടിസ്ഥാനപരമായി മോസില്ല ഫയർഫോക്സിൻ്റെ പരിഷ്കരിച്ച ഒരു രൂപമാണ് ടോർ എന്ന് പറയുന്നത്. ഇതിലെ ഡേറ്റ കൈമാറ്റം എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലാണ്. നേരിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് എത്തുന്നതിന് പകരമായിട്ട് പല IP അഡ്രസ്സുകൾ കടന്നിട്ടാണ് ഡാർക്ക് വെബിലെ ഒരു വെബ്സൈറ്റിൽ എത്തുന്നത്. വളരെ സിമ്പിളായിട്ട് പറയണമെന്നാണെങ്കിൽ, ഒരു ഊമക്കത്ത് അതെന്താണെന്നറിയാതെ അത് പല ആൾക്കാരുടെ കൈകളിൽ കൂടി ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. അതായത് ഈ കത്ത് കൈമാറുന്ന വ്യക്തിയെ അവസാനത്തെ ആൾ മാത്രമേ കാണുകയുള്ളൂ. ടോർ ബ്രൗസർ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത അല്ലെങ്കിൽ ആ ഡേറ്റ മുഴുവൻ അപ്രത്യക്ഷമാകും. ഇതാണ് ഈ ടോർ ബ്രൗസറിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഉപയോക്താക്കളെയും വെബ്സൈറ്റ് ഹോസ്റ്റുകളെയും ട്രാക്ക് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ ഈ ഡാർക്ക് വെബിലെ തട്ടിപ്പുകാരെ പിടികൂടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുമുണ്ട്. ഇപ്പോഴും ഈ ടോർ ബ്രൗസറിന് US-ൻ്റെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആരൊക്കെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഡാർക്ക് വെബിൽ ചെല്ലുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്ന ആൾക്കാർ? ആരന്മാർ, അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യ സർക്കാരുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ആക്ടിവിസ്റ്റുകൾ, സെൻസർഷിപ്പ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ, അധോലോകം, അതുപോലെ തന്നെ തട്ടിപ്പുകാർ, കള്ളന്മാർ തുടങ്ങിയവരൊക്കെ ഈ ഡാർക്ക് വെബിനെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഡാർക്ക് വെബിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഇതൊരു കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റികളുടെ ഒരു കേന്ദ്രമല്ല. അവിടെ നടക്കുന്നത് സാധാരണ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ആണവോർജ്ജത്തെ ഒരേ സമയം ബോംബ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതിനും ഉപയോഗിക്കാം, അതേസമയം അത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഡാർക്ക് വെബിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 58.8% ഇവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. 8% വെബ്സൈറ്റുകളാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നത്. 0.008% ആയുധ വിൽപ്പനക്കാരുടെ പരസ്യങ്ങളുമുണ്ട്. 2% വെബ്സൈറ്റുകൾ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു.
അതിൽ 1.84% വെബ്സൈറ്റുകൾ ഹാക്കർമാരുടേതാണ്. ഈ ഡാർക്ക് വെബിൽ അതിൻ്റെ വെബ് നെയിം അവസാനിക്കുന്നത് .onion എന്നുള്ള പേരിലാണ്. ഒരു തരത്തിലുള്ള ഹിഡൻ സർവീസ് ആയിട്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. സാധാരണ ബ്രൗസറുകൾ ഉപയോഗിച്ച് ഈ ഒണിയൻ സൈറ്റുകളിൽ എത്താൻ സാധിക്കില്ല. നമ്മൾ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഡാർക്ക് വെബിലും ഒണിയൻ സൈറ്റുകൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. dark.fail, ahmya.fi, ടോർച്ച്, നോട്ട് എബിൾ, ഹൈസ്റ്റാക്ക്, ഒണിയൻ ലിങ്ക്സ്, ഹിഡൻ വിക്കി, ഗിറ്റ് ഹബ് എന്നിവയാണ് പ്രധാനം. ഇതിൽ കാണുന്ന ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഒരു സവാള പൊളിക്കുന്നത് പോലെ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലണം. പോകുന്ന വഴികളൊക്കെ ഈ ലിങ്കുകൾ വിശ്വാസയോഗ്യമില്ലാത്തവയുമാണ്. എവിടെയെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചൊരു രക്ഷപ്പെടൽ നമുക്ക് സാധിക്കില്ല. ആദ്യം പറഞ്ഞതുപോലെ ടോർ ബ്രൗസർ വഴിയാണ് നമ്മൾ ഈ ഡാർക്ക് വെബുകളിലേക്ക് അല്ലെങ്കിൽ ഒണിയൻ വെബ്സൈറ്റുകളിലേക്ക് ചെല്ലുക. പോകുന്ന വഴി വളരെ സ്വകാര്യത നിറഞ്ഞതാണ്. ആ സ്വകാര്യതയെ പരിരക്ഷിക്കുന്നതിനായിട്ട് നിരവധി സ്ക്രിപ്റ്റുകളും ആഡ് ഓണുകളും ഈ ടോർ ബ്രൗസറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡാർക്ക് വെബിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലെന്നുണ്ടെങ്കിൽ അത് സന്ദർശിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിനുള്ളിലുള്ള ഒരു കാര്യമല്ല ഡാർക്ക് വെബിൽ മാക്സിമം നടക്കുന്നത്. മയക്കുമരുന്ന് കച്ചവടക്കാർ, അധോലോകം, തീവ്രവാദം, നിരോധിത ഉള്ളടക്കങ്ങൾ ഇവയെല്ലാം അതിലുണ്ടാവും. ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിലെ വിവരണങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കണം. സെർച്ച് ചെയ്യുന്നതിന് ഗിറ്റ് ഹബ് ഉപയോഗിക്കുന്നത് വളരെ നല്ല ഒരു ഓപ്ഷനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഡാർക്ക് വെബിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള ചട്ടക്കൂടുകളിലേക്കുള്ള പ്രവേശനം ഗിറ്റ് ഹബ് കൊടുക്കില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ഉപയോഗപ്രദമായ ഒണിയൻ ലിങ്കുകൾ കണ്ടെത്താൻ ahmya.fi സഹായിക്കുമെന്നും പറയുന്നവരുണ്ട്. ക്രിപ്റ്റോ കറൻസി വാളറ്റ് സേവനങ്ങൾ, സുരക്ഷിതമായിട്ടുള്ള സന്ദേശം അയയ്ക്കുക, ഡൊമൈൻ ഹോസ്റ്റിംഗ് സേവനങ്ങൾ, ഡാർക്ക് നെറ്റ് മാർക്കറ്റുകൾ, ജനപ്രിയമായിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഡാർക്ക് പതിപ്പുകൾ എന്നിവ ഹിഡൻ വിക്കിയിൽ അടങ്ങിയിരിക്കുന്നു. ഫേസ്ബുക്ക്, വിക്കിപീഡിയ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, BBC ഇവയുടെയൊക്കെ വെബ്സൈറ്റുകളും ഡാർക്ക് വെബിലുണ്ട്. ഇമെയിൽ സർവീസുകൾ പോലും ഈ ഡാർക്ക് വെബിൽ ലഭ്യമാണ്. അവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ഡാർക്ക് വെബിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ത്യയിൽ നിയമവിധേയമാണ്. ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു ഭാഗമായിട്ടാണ് ഡാർക്ക് വെബിനെ നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് അതിന് അർത്ഥമില്ല. ഡാർക്ക് വെബ് നമ്മൾ ഇന്ത്യയിലിരുന്ന് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ പരിധി പാലിക്കേണ്ടതുണ്ട്. ഡാർക്ക് വെബിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ക്ലിക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടു ചാടിക്കാം. ആ ഒരൊറ്റ ക്ലിക്ക് ചിലപ്പോൾ ജയിലിലായിരിക്കും ചെന്ന് അവസാനിക്കുന്നത്. US രഹസ്യാന്വേഷണ ആശയവിനിമയങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1990കളുടെ മധ്യകാലത്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ് നേവൽ റിസർച്ച് ലബോറട്ടറിയാണ് ഈ ഡാർക്ക് വെബ് തയ്യാറാക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടിയാണിത് തയ്യാറാക്കിയെങ്കിലും അവസാന ഘട്ടത്തിൽ കുറ്റവാളികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സ്ഥലമായി മാറുകയും ചെയ്തു. അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, ആയുധ കച്ചവടം നടത്തുക, തീവ്രവാദങ്ങൾ നടത്തുക, മയക്കുമരുന്ന് കച്ചവടങ്ങൾ നടത്തുക. ഡാർക്ക് വെബ് നിയമവിരുദ്ധമല്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെങ്കിൽ അത് തീർച്ചയായും ശിക്ഷാർഹമായിരിക്കും.